നമസ്തേ, എല്ലാവർക്കും ഇത് മൈൻഡ് വെൽനസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സുസൻ കോരൻ. നമ്മുടെ NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ് ആയിട്ടുള്ളതാണ്. അത് നിങ്ങൾ സ്വയം ഡയഗ്നോസ് ചെയ്യാൻ ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനത്തെ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ല പ്രൊഫഷണലിനെ കൺസൾട്ട് ചെയ്യുക തന്നെ വേണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ദ ഡ്രാമ പ്ലേയിങ് നാർസിസിസ്റ്റ് ആണ്, അതല്ലെങ്കിൽ ദ വൺ ആക്ട് പ്ലേ ഓഫ് ദ നാർസിസിസ്റ്റ്. നല്ല രസമായിട്ട് ഡ്രാമ കളിക്കുന്ന നാർസിസിസ്റ്റ് അല്ലേ? ആരും വേണമെന്നില്ല, അവരുടെ വൺ ആക്ട് പ്ലേ. അതായത് വൺ ആക്ട് പ്ലേ എങ്ങനെയാണെന്ന് നമുക്കറിയാം. പല സീനുകളും പല സിറ്റുവേഷൻസും ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ട് ഇൻറ്റൻസ് ഇമോഷൻസോടുകൂടെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കുന്ന ഒരു 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 ആക്റ്റാണ് ഈ വൺ ആക്ട് പ്ലേ എന്ന് പറയുന്നത്. അതിനകത്ത് ഒരാളെ കാണത്തുള്ളൂ, അയാളാണ് എല്ലാ സിനാരിയോസും എല്ലാ കാര്യങ്ങളും വളരെ അതിൻ്റെ ഡീപ്പ് ഇമോഷൻസ് കണക്ഷനോടുകൂടി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളവരാണ് ഈ വൺ ആക്ട് പ്ലേ എന്ന് പറയുന്നത്. ഈ ഡ്രാമ പ്ലേ നാർസിസിസ്റ്റിൽ ഈ വൺ ആക്ട് പ്ലേ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നവരാണ് അവർ. അപ്പോൾ ഇതിനകത്ത് അവർ ചെയ്യുന്ന കാര്യം കണ്ടു കഴിഞ്ഞാൽ വളരെ കൺസൈസായിട്ട്, വളരെ പ്രിസൈസായിട്ട്, വളരെ ഇതായിട്ട് ആ ഇമോഷൻസിൻ്റെ ആ ലെവലുകൾ ഏത് രീതി വേണം എന്നുള്ളത് കൊടുത്ത് ലിസണേഴ്സിൽ അവരുദ്ദേശിക്കുന്ന ഇമോഷൻ്റെ ഇൻറ്റൻസിറ്റി ക്രിയേറ്റ് ചെയ്ത്, അതിന് എത്ര എക്സ്പേർട്ടുകൾ അവരുടെ മുമ്പിലിരുന്നാലും അവരുടെ രീതിക്കനുസരിച്ച്, അതായത് ആരാണോ ഓഡിയൻസ്, ആരാണോ അവരുടെ മുമ്പിലിരിക്കുന്ന ഓഡിയൻസ്, ആ ഓഡിയൻസിൻ്റെ നേച്ചറും ക്യാരക്ടറും അവരുടെ രീതിയും അവരുടെ ലെവലും എല്ലാം അനുസരിച്ച് തൻ്റെ ആക്ടിനെ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കഴിവുള്ളവരാണ് ഇവർ. ആ ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പൂച്ചയാക്കാനും ഒക്കെ ഇവർക്ക് നല്ല രീതിയിൽ കഴിയും. അപ്പോൾ ഇവരിത് ചെയ്യുമ്പോൾ നമ്മൾ വിക്ടിംസ് ആയിട്ടുള്ളവർ, അതായത് ഇവരുടെ അബ്യൂസ് അനുഭവിച്ചിട്ടുള്ളവർ ഇങ്ങനെ ജോ ഡ്രോപ്പിങ് ഇങ്ങനെ വായും പൊളിച്ചിരിക്കുക എന്ന് പറയത്തില്ല, അങ്ങനെ വായും പൊളിച്ചിരുന്ന് പോകുന്ന അവസ്ഥയിലാണ് അവരിങ്ങനത്തെ കാര്യങ്ങൾ വളരെ നല്ല തന്മയത്വപൂർവ്വം അവരുടെ ആ വൺ ആക്ട് പ്ലേ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അവരാണ് വിക്ടിം, അവരാണ് സഫർ ചെയ്യുന്നത്, അല്ലെ അവരുടെ എല്ലാ കാര്യത്തിനും ന്യായീകരണങ്ങളും പ്രസൻറ്റ് ചെയ്തുകൊണ്ട് അവരെ ഏറ്റവും നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്യും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ളവരിൽ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളും തോട്ട്സും അവരെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. കാരണം വി നോ ദാറ്റ് നാർസിസിസ്റ്റ് ആർ വെരി വൾണറബിൾ. അവർക്ക് മറ്റുള്ളവരുടെ അറ്റൻഷൻ, വാലിഡേഷൻ ഇതെല്ലാം അവർക്ക് ആവശ്യമായിട്ടുണ്ട്. അവരുടെ ഫ്രെജൈൽ സെൽഫ് ഇമേജ് ഒരിക്കലും പുറത്തു വരാനായിട്ട് അവരൊരിക്കലും ആഗ്രഹിക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം റിയാലിറ്റി ഓഫ് ദ വേൾഡ്, അവരുടെ റിയാലിറ്റി അവർക്കൊരിക്കലും ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അവർ പലപ്പോഴും ഈ ആക്ട് ക്രിയേറ്റ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ ലോയൽറ്റി അവർക്ക് കിട്ടണം, ഇവരോട് ലോയലായിരിക്കണം. അതുപോലെ തന്നെ ചില ആളുകളുടെ ലോയൽറ്റിയെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവരിതുപോലെ ഡ്രാമ കളിക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവും എത്രമാത്രം ഇവർക്ക് ലോയൽറ്റി ഉണ്ടെന്നുള്ളത് മനസ്സിലാവും. അതുപോലെ തന്നെ ഇവർക്ക് കുറേ ഫ്ലോസ് ഉണ്ട്, കുറേ ഫ്ലോസുകളുണ്ട്. ആ ഫ്ലോസിനെ എല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇവർ ഈ വൺ ആക്ട് പ്ലേ അവർ നല്ല രസമായിട്ട് കളിക്കും. അതുപോലെ തന്നെ എല്ലാ മാനിപ്പുലേഷൻസും, എവറി മാനിപ്പുലേഷൻ, അതിപ്പോൾ ഈ ഗ്യാസ് ലൈറ്റിംഗ് ആയിട്ടോടെ, മിററിങ് ആയിട്ടോടെ, ബ്ലെയിം ഷിഫ്റ്റിംഗ് ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം തന്നെ ഇവർ ചെയ്യുന്നത് ഈ ഒരു വിക്ടിംസ് എന്ന് പറയുന്ന ആളിനെ ആ ആളിലേക്കുള്ള പോയിന്റ്, അവരെ നിന്നുള്ള പോയിന്റ് മാറിയിട്ട് ഞാനാണ് ഏറ്റവും ഇവിടെ സഫർ എന്നുള്ള ആ ഒരു ഫീലിങ്ങിലേക്ക് ഈ വേൾഡിനെ, ലിസണേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരിത് ചെയ്യാനുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം അതിനകത്ത് നമുക്ക് ചോദ്യങ്ങൾ വരും, കൺഫ്രണ്ടേഷൻ വരും, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും. അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, അപ്പോൾ അങ്ങനെയല്ലേ, ഇതൊക്കെ ഇവർ ആൻറ്റിസിപ്പേറ്റ്, ഇവർ മുമ്പിൽ കാണും ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്, അതെങ്ങനെ വേണം ഞാനിത് പ്രസൻറ്റ് ചെയ്യാൻ. എന്നിട്ട് വളരെ നല്ല രീതിയിൽ അവരിതിനെ അങ്ങ് പ്രസൻറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ കൺഫ്രണ്ടേഷന് വരാനുള്ള സാധ്യത പോലും ഇല്ലാത്ത രീതിയിൽ ഈ സിറ്റുവേഷനെ ആ ഡ്രമാറ്റിക് ആയിട്ടുള്ള ആ പ്രസൻറ്റേഷനിലൂടെ അവർക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അങ്ങനെ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന അവരുടെ ഗ്രാൻഡ്യൂസ് സെൽഫ് ഇമേജിനെ അവർ നല്ല രീതിയിൽ പ്രിസർവ് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ
ഇങ്ങനെ നമ്മളിങ്ങനെ അന്തം കുന്തവും ഇല്ലാതിരിക്കും. ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളൊരു എന്നെ ഫിനാൻഷ്യലി ഇയാൾ കുറച്ച് അബ്യൂസ് ചെയ്തിട്ടുണ്ട്, ഹി ഹാസ് ഡൺ ദിസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളൊരു വീട് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ അവർ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീട് അവൾക്ക് വേണ്ടിയിട്ടാണ്, അവൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അവളൊരു വാടക വീട്ടിൽ കിടക്കുന്നത് എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടും അവൾക്ക് സ്വന്തമായിട്ടൊരു വീട് വരുമ്പോൾ അവൾക്ക് തന്നെ അതിനകത്തൊരു നല്ലൊരു ഫീല് വരുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ വീട് വാങ്ങിച്ചത്. അപ്പം ആ വീട് വാങ്ങിച്ചതാണോ ഇവൾക്ക് ഈ പ്രശ്നം ഉണ്ടാക്കിയത്? അതൊരു നല്ല കാര്യമല്ലേ? അത് നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലും അല്ലേ എന്നും പറഞ്ഞ് ഇവരിങ്ങനെ ഡ്രാമയിൽ സംസാരിക്കുമ്പോൾ ഇതിൻ്റെ അണ്ടർലൈൻ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിന് വേണ്ടിയിട്ട് പകുതി പൈസ എടുത്തിട്ടുള്ളത് ഈ വ്യക്തിമായിരിക്കും. പക്ഷേ അതേ സമയത്ത് ഈ വീട് രണ്ടുപേരുടെയും പേരിലായിരിക്കത്തില്ല, മറ്റേ പേരിലായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ആ വീട്ടിൽ അപ്പോൾ ഇയാൾ പറഞ്ഞു വരുന്ന ആ കാര്യം നമ്മുടെ തലേന്ന് പോകും. എന്നിട്ട് എന്നിലുള്ള ഫ്ലോസിനെ ഞാൻ മറയ്ക്കും. എന്നിട്ട് മറ്റേ ആളിൽ നിന്ന് നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള കണ്ടോ എത്ര നല്ല അയാളുടെ നല്ല ബിഹേവിയർ കണ്ടോ എന്നാക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇവർ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ഇങ്ങനെ ആയിരിക്കും, ആ വീട്ടിനകത്ത് എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കുന്നത്, അതിൻ്റെ ടാക്സിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്, അതിൻ്റെ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്, അവൾക്ക് അതിനെപ്പറ്റി ഒന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, അവൾക്ക് സ്വന്തമായിട്ടൊരു വീട്, അതിനകത്ത് അവൾ ജീവിക്കുന്നുവെന്ന്. കാരണം അതിനകത്ത് പുള്ളിക്കാരത്തി ഒന്നും നോക്കാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ വീട് അവരുടെ പേരിലല്ല, അയാളുടെ പേരിലാണ്, അയാളാണ് അതൊക്കെ നോക്കേണ്ടത്. ഇതൊന്നും വരില്ല. അപ്പോൾ ഈ വ്യക്തി ഇങ്ങനെ ഇതെന്താ ഇപ്പം സംഭവിക്കണേ, ഓക്കെ എന്നും പറഞ്ഞിങ്ങനെ ഞാനിങ്ങനെ വായും പൊളിച്ച് നമ്മളിങ്ങനെ അതിനകത്തായി പോകും. അതിനകത്ത് പിന്നെ ഒരു മിനിറ്റ് ഞാനൊന്ന് കറക്റ്റ് ചെയ്യട്ടെ, അല്ല ഞാനൊന്ന് പറയട്ടെ, ഇങ്ങനെ പറയാൻ പോലും നമുക്ക് പറ്റൂല. കാരണം അത്ര മനോഹരമായിട്ടാണ് ആ വൺ ആക്ട് പ്ലേ അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ ഒരു നാർസിസിസ്റ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അവരുടെ കാര്യങ്ങളെ മനസ്സിലാക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് നല്ല എക്സ്പേർട്ടായിട്ടുള്ളവർക്കാണ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അവരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുക. ചിലപ്പോൾ ചില ആളുകൾ പലപ്പോഴും നാർസിസിസ്റ്റിക് ആയിട്ട് ആളുകൾ തന്നെ ഈ പ്രൊഫഷണൽസ് അടുത്ത് പോലും വളരെ നന്നായിട്ട് ബിഹേവ് ചെയ്യും. കാരണം അവർ പറയും, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ അക്ഷരം പ്രതി ചെയ്യുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി, ഞാനിപ്പോൾ ഈ രീതിയിൽ ഇമ്പ്രൂവായി, ഞാൻ ആ രീതിയിൽ ഇമ്പ്രൂവായി, ഞാൻ ഇങ്ങനെ ഇമ്പ്രൂവായി എന്നൊക്കെ പറയും. വളരെ വൺ ആക്ട് പ്ലേ, വളരെ ഡ്രാമകൾ അവരിറക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഞാനും എൻ്റെ ലൈഫിൽ അങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രാമ എന്ന് പറയുന്നത് ഇവരുടെ നേച്ചറാണ്. നമ്മളത് ആ ഒരു കാര്യത്തിലേക്ക് ഇങ്ങനെ വരുമ്പം എനിക്കെന്ത് പറയാനുണ്ട് എന്നുള്ളത് എൻ്റെ തലയ്ക്കകത്ത് വളരെ ക്ലാരിറ്റിയിലുണ്ടായിരിക്കണം. എവിടെയും അവരുടെ ഗ്രാൻഡ്യോസ് സെൽഫിനെ, അവരുടെ ഫ്ലോസിനെയൊക്കെ കവർ ചെയ്ത് അവരുടെ ഇൻസെക്യൂരിറ്റീസിനെയും അവരുടെ വൾണറബിലിറ്റീസിനെയും എല്ലാം കവർ ചെയ്തുകൊണ്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അവരുടെ ഇമേജിനെ പുറത്തേക്ക് കൊടുക്കാനായിട്ട് അവരുടെ വൺ ആക്ട് പ്ലേക്ക് നല്ലതുപോലെ കഴിയും. അപ്പോൾ ഈ ഡ്രാമ പ്ലേയിങ് ആയിട്ടുള്ള ഇവരെ നല്ലതുപോലെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഡ്രാമയിൽ ഇങ്ങനെ കണ്ണ് തള്ളിയിരിക്കാതെ ഇങ്ങനെ ആകപ്പാടെ ഇങ്ങനെ മൊത്തം ലോസ്, നമ്മുടെ തലയ്ക്കെന്നല്ല മൊത്തം ലോസായി പോകും ഇതിനെപ്പറ്റി അറിയാത്തവർക്ക്. അങ്ങനെ ഇരിക്കാതെ അവനവൻ്റെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അടുക്കും ചിട്ടയോടും കൂടി പ്രിപ്പയർ ചെയ്ത് വേണം ഇവരുടെ അടുത്ത്, ഇവരോട് എന്തെങ്കിലും കൺഫ്രണ്ടേഷൻ ഇരിക്കുകയോ ആർഗ്യുമെൻറ്റ്സ് ഇരിക്കുകയോ ഇവരുമായിട്ട് വേറൊരാളുടെ അടുത്തിരുന്ന് സംസാരിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യാൻ. അതല്ലെങ്കിൽ ഈ ഡ്രാമയിൽ എല്ലാവരും വീണു പോയിട്ട് നിങ്ങൾ പോലും ഇതിനകത്ത് എന്താ പറയേണ്ടതെന്ന് അറിയാതിരുന്ന് പോയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റവും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറയാവുന്ന രീതിയിൽ നിങ്ങളെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണ് വേണ്ടത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അബ്യൂസ് എന്ന കാര്യത്തെ നമ്മൾ ഒരിക്കലും ലൈഫിൽ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നെവർ ഗിവ് അബ്യൂസ്, നെവർ ടേക്ക് അബ്യൂസ്, നെവർ സെൽഫ് അബ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മന്ത്രമായിരിക്കണം. അങ്ങനെ ജീവിക്കാൻ ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.